2024 അവസാനം നടക്കാൻ പോകുന്ന LGS പരീക്ഷയ്ക്കും അതുപോലെ 10th ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയ്ക്കും വേണ്ട ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഇന്ന് ചെറിയൊരു സെഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇന്ന് തന്നെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇനി തൊട്ട് പഠിച്ചാൽ ഇപ്പോൾ തൊട്ട് പഠിച്ചാലും നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നല്ലപോലെ അത്യാവശ്യം സമയമുണ്ട് ഇനി പഠിച്ചു തീർക്കാൻ. പ്രിലിംസ് ആയതുകൊണ്ടും പിന്നെ LGS ആയതുകൊണ്ടും. സോ പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് സീരിയസ് ആയിട്ട് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് തൊട്ട് തന്നെ പഠനം ആരംഭിക്കുക. വിശ്രമിക്കാൻ സമയമില്ല, ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു പോകും. LGS പരീക്ഷയ്ക്കും അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസിനും വേണ്ടി 2 സ്പെഷ്യൽ കോഴ്സുകൾ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ, വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഐഫോൺ യൂസ് ചെയ്യുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോഴ്സിൻ്റെ പേരും ഐഫോൺ ആണ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ. പ്രതിനിധി സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടന നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമേത് എന്ന് ചോദിക്കാം. എന്നിട്ട് ഓപ്ഷനിൽ സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ, അങ്ങനെ വിവിധ ഓപ്ഷനുകളും തരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ വന്നേക്കാം. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന വാക്ക് ആരംഭിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന വാക്ക് ആരംഭിക്കുന്നത് സി എന്ന ലെറ്ററിലാണല്ലോ. അതുപോലെ ഇത് അവസാനിക്കുന്നത് ടി എന്ന ലെറ്ററിലാണല്ലേ. അതുപോലെ തന്നെ ക്യാബിനറ്റ് എന്ന വാക്ക് ആരംഭിക്കുന്നതും സി എന്ന ലെറ്ററിലാണ്, അവസാനിക്കുന്നത് ടി എന്ന ലെറ്ററിലാണ്. സോ കോൺസ്റ്റിറ്റ്യൂവൻ്റ്, ക്യാബിനറ്റ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഇപ്പം തന്നെ പഠിച്ചു പോവുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ഇത് രൂപീകൃതമായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒറ്റ വർഷം മുമ്പാണ്. 1946 നവംബർ മാസത്തിലാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. 1946 നവംബർ മാസത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതുപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ട്. 2 തരം അംഗങ്ങളുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരും അതുപോലെ നാമനിർദ്ദേശം ചെയ്തവരും. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389 രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന വാക്ക് ആരംഭിക്കുന്നത് സി എന്ന ലെറ്ററിലാണല്ലോ. സി എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്റർ ആണല്ലോ. 3ൻ്റെ സ്ക്വയർ ആണല്ലോ 9. പിന്നെ 3ൻ്റെ 2 അറ്റങ്ങളും ഇങ്ങനെ കൂട്ടിമുട്ടിക്കുവാണെങ്കിൽ 8 കിട്ടുമല്ലോ. 8 നടുക്കോട്ട് എഴുതിയാൽ 389. കോൺസ്റ്റിറ്റ്യൂവൻ്റിൽ നിന്ന് 389 നമ്മൾ സിമ്പിളായിട്ട് എത്തിയില്ലേ. സോ 389 രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ഓക്കെ. ഇനി ഇന്ത്യ വിഭജനം നടക്കുമ്പോൾ 2 രാജ്യങ്ങളായിട്ട് പോയില്ലേ. അതിലൊരു രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. ഇപ്പോൾ ഒരാൾ പോയി കഴിയുമ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ എത്രയായെന്ന് ചോദിച്ചാൽ അത് 299. അപ്പോൾ ഉണ്ടാകുമ്പോൾ എത്രയാണ്? 389. ഒരാൾ പോയി കഴിയുമ്പോൾ, പാകിസ്ഥാനിലെ അംഗങ്ങൾ പോയി കഴിയുമ്പോൾ 299. 389 ആണല്ലോ. 389 ഒരാൾ പോകുന്നല്ലേ പറഞ്ഞത്. അപ്പം 3ൽ നിന്ന് 1 കുറച്ചാൽ 2 എന്ന് വരും അല്ലേ. ആ ഒന്ന് കുറച്ച് ഒന്ന് തൊട്ടപ്പുറത്തെ നമ്പറിൽ ആഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഈ മറ്റേ റിമൈൻഡർ എടുത്ത് ആഡ് ചെയ്യുന്നില്ല. 8ലേക്ക് ആഡ് ചെയ്യുമ്പോൾ 9, മറ്റേ 9 ആഡ് ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ 9 എഴുതുക, 299. അപ്പോൾ ഒരാൾ പോയി കഴിയുമ്പോൾ 299. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 ആയി എന്ന് അറിഞ്ഞിരിക്കുക. രൂപീകൃതമാകുമ്പോൾ 389. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. വിഭജനത്തിന് ശേഷം 70 അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം രൂപീകൃതമാകുമ്പോൾ 17. വിഭജനത്തിന് ശേഷം 15. 4 നമ്പറുകൾ പറഞ്ഞു. ഇന്ത്യ വിഭജനത്തിന് ശേഷം 299 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. വിഭജനത്തിന് ശേഷം 70. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. വിഭജനത്തിന് ശേഷം 70. അതുപോലെ രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. വിഭജനത്തിന് ശേഷം അത് 15. രൂപീകൃതമാകുമ്പോൾ 17. വിഭജനത്തിന് ശേഷം 15. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടത് 296 പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 തരം അംഗങ്ങളുണ്ട്. ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും മറ്റൊന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296. അതിൽ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ 292. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം 292. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ളത് പിന്നെ
എത്ര പേരായിരിക്കും? ടോട്ടൽ 296, 292 പേര് ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നാണെങ്കിൽ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296, ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 292 പേര്, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവരുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. ഈ ഡൽഹിയിലൊക്കെ നമ്മളെ ഭരിക്കുന്നവരൊക്കെ മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ഉള്ളവർ പലരും ദേശത്തിൻ്റെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അവർ എന്താ പറയുക, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആളുകളിങ്ങനെ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം അവർക്കെതിരെ ഉണ്ടല്ലോ പണ്ട് കാലം മുതൽ. അപ്പോൾ ആ രീതിയിൽ ദേശത്തിൻ്റെ ബന്ധുക്കളാണ് ഡൽഹിയിൽ ഭരിക്കുന്നത്, അങ്ങനെയൊക്കെ ചുമ്മാ നോർത്ത് ഡൽഹിയിൽ ദേശബന്ധു ഗുപ്ത. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവരുടെ പേരുകളാണ് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത, അജ്മീർ, മോർവാര ഈ ഭാഗങ്ങളിൽ നിന്ന് മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ. അജ്മീർ നമ്മൾ തുമ്മുമല്ലേ, തുമ്മുന്നത് മൂക്കുകൊണ്ടാണല്ലോ. മുക്കുത്തുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ, എന്തെങ്കിലും ഒരു കണക്ഷൻ പറയുന്നത് ഓർത്തിരിക്കാനാട്ടോ. അജ്മീർ, മോർവാര, മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ. കൂർഗിൽ നിന്ന് CM പൂനാച്ചയാണ്. ഈ മടിയന്മാരായിട്ടുള്ളവരൊക്കെ CM ആയി കഴിഞ്ഞാൽ അവർ കൂർക്കം വലിച്ചുറങ്ങുന്ന ഓർത്ത് CM കൂർഗ് CM പൂനാച്ച. ഓക്കെ. ഇനി ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദൂസ് സമദ് ഖാൻ. ഖാനിൽ തുടങ്ങി ഖാനിൽ അവസാനിക്കുന്ന ഒരു പേര്, ഇടയ്ക്കൊരു അബ്ദൂസ് സമദോടെ ഉണ്ട്. ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദൂസ് സമദ് ഖാൻ. ഓക്കെ. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത, അജ്മീറിൽ നിന്ന് മോർവാരയിൽ നിന്ന് മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ, കൂർഗിൽ നിന്ന് CM പൂനാച്ച, ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദൂസ് സമദ് ഖാൻ. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഏതായിരിക്കും? അതെന്തായാലും കോൺഗ്രസ് തന്നെയായിരിക്കും. കോൺഗ്രസ് ആണല്ലോ അന്നത്തെ ഏറ്റവും വലിയ പാർട്ടി. അപ്പം കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി. 208 സീറ്റുകൾ. കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി. 208 സീറ്റുകൾ. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏത് എന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ്. ഓക്കെ. ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ UP അല്ലേ, ഉത്തർപ്രദേശല്ലേ ഏറ്റവും കൂടുതൽ എന്താ പറയുക അംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നാണ് പൊതുവെ പറച്ചിൽ. അപ്പോൾ അതുപോലെ തന്നെ അതും UP എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അന്നത്തെ UP യുണൈറ്റഡ് പ്രൊവിൻസ് എന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ഓർത്തി. അപ്പോൾ UPയിലാണ് എപ്പോഴും കൂടുതൽ ആൾക്കാർ. ഇന്ന് ഉത്തർപ്രദേശ് ആണെങ്കിൽ അന്ന് യുണൈറ്റഡ് പ്രൊവിൻസ് ആണെന്ന് ചുമ്മാ സെൻറ്റൻസ് കണക്ട് ചെയ്ത് ഓർത്താൽ UP യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് കണക്ട് ചെയ്യാം. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ്. ആ ജോഗ്രഫിക്കൽ ഏരിയ തന്നെയാണെന്നൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ആ UP എന്നുള്ള കണക്ഷൻ വെച്ച് ചുമ്മാ മനസ്സിലേക്കൊന്ന് വരാൻ വേണ്ടിയാണ്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം 207 അതിൽ 9 പേര് വനിതകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207, 9 പേര് വനിതകൾ. 207 പേര് വനിതകൾ. അതിൽ 207 ഓർമ്മയുണ്ടെങ്കിൽ 207 അക്കങ്ങളൊന്ന് കൂട്ടിക്കുക. 2ഉം 7 കൂട്ടിയാൽ 9 കിട്ടും. 9 വനിതകൾ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207, വനിതകളുടെ എണ്ണം 9. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രത്തിൽ ഒരു ആനയുണ്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും അതിനകത്തൊരു ആനയായിരുന്നു ഇതിനകത്ത് ഈ ഒരു ചിഹ്നം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം അല്ലെങ്കിൽ സീലിനകത്തുള്ള സംഭവമാണ് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സീലിനകത്ത് അല്ലെങ്കിൽ ചിഹ്നത്തിൽ ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മൊത്തം ഒരു ചിത്രവും പാകിസ്ഥാനൊക്കെ അടങ്ങുന്ന വലിയ ഇന്ത്യയാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പണ്ടെപ്പോഴോ കാലത്തുണ്ടായിരുന്ന ഒരു ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയും അതിൻ്റെ നടുക്കൊരു ആനയും അടങ്ങുന്നതാണ് ചിത്രം സീലിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയും. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി എവിടെയെന്ന് ചോദിക്കും. അത് പാർലമെൻറ്റ് സെൻട്രൽ ഹാളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ. പ്രഥമ സമ്മേളനം ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ആരെയെന്ന് ചോദിക്കാം. അത് സച്ചിദാനന്ദ സിൻഹയാണ്. ഏറ്റവും ആദ്യത്തെ സമ്മേളനമാണല്ലോ, അപ്പോൾ ഏറ്റവും സത്യം ഉള്ള ഒരാളാണെന്ന് ഓർത്ത് സച്ചിദാനന്ദ സിൻഹയാണ് ഏറ്റവും ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷനായത് സച്ചിദാനന്ദ സിൻഹ. അതുപോലെ താൽക്കാലിക അധ്യക്ഷൻ ആരെ എന്നൊക്കെ ചോദിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരെ എന്നൊക്കെ ചോദിച്ചാലും സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9 അദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക എന്നെടുത്ത് പറയാൻ കാരണം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയെന്ന് ഈയിടെ കൂടെ ചോദിച്ചോളൂ. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷൻ ആരെന്നൊക്കെ. അപ്പോൾ അത് രാജേന്ദ്ര
പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരമായിട്ടിരിക്കുന്നവൻ രാജാവ് രാജേന്ദ്ര പ്രസാദ്, സ്ഥിരാധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഈ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് 46 ഡിസംബർ 11. ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷൻ, സ്ഥിരാധ്യക്ഷൻ ഡിസംബർ 11, 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 11 സ്ഥിരാധ്യക്ഷൻ. അപ്പം താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് 46 ഡിസംബർ 11, സച്ചിദാനന്ദ സിൻഹ 46 ഡിസംബർ 9. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാരാണ്. HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. അപ്പോൾ ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി, സെക്രട്ടറി HVR അയ്യങ്കാർ. എന്നൂടെ പറയാം, ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും സെക്രട്ടറി HVR അയ്യങ്കാർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ കുറേ പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. വിമർശനങ്ങൾ എന്തൊക്കെ ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നുണ്ട്. അതുകൊണ്ട് ആ വിമർശനങ്ങളൊന്ന് പഠിക്കണം. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഒറ്റക്കക്ഷി രാജ്യത്തെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. അതുപോലെ ഹിന്ദുക്കളുടെ സംഘടന എന്ന് വിമർശിച്ചത് വിസ്കൗണ്ട് സൈമൺ ആണ്. ഹിന്ദുക്കളുടെ സംഘടന എന്ന് വിമർശിച്ചത് വിസ്കൗണ്ട് സൈമൺ. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിമർശിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിമർശിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. 3 വിമർശനങ്ങൾ പറഞ്ഞു. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിമർശിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഹിന്ദുക്കളുടെ സംഘടന എന്ന് വിമർശിച്ചത് ഇന്ത്യയിലെ ഒരു വിസ്കൗണ്ട് സൈമൺ ആണ്. ഹിന്ദുക്കളുടെ സംഘടന എന്ന് വിമർശിച്ചത് വിസ്കൗണ്ട് സൈമൺ. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിമർശിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന ഡേറ്റ് തന്നെ ഞാൻ എടുത്തു പറയാൻ നേരത്തെ മറന്നുപോയി. അത് 1946 ഡിസംബർ 9 ഡിസംബർ 9 തന്നെയാണ് താൽക്കാലിക അധ്യക്ഷനെ നിയമിച്ചത് എന്നൊക്കെ പറഞ്ഞു. ആ ഡേറ്റ് തന്നെയാണ് പ്രഥമ സമ്മേളനം നടന്ന ഡേറ്റ് എന്നും ഓർത്തിരിക്കുക. അതുപോലെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23 ഡിസംബർ 9 തുടങ്ങിയ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23 അറിഞ്ഞിരിക്കുക. ഇനി മലയാളി സാന്നിധ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ മലയാളികളുമായി ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് 10th പ്രിലിംസിൻ്റെ 2022 10th പ്രിലിംസിൻ്റെ 3ാമത്തെ ഘട്ടത്തിൽ ചോദിച്ചത് ദ്രോണാചാര്യ അവാർഡ് 2021 നേടിയ മലയാളി, 4ാമത്തെ ഘട്ടത്തിൽ ചോദിച്ചത് ദ്രോണാചാര്യ അവാർഡ് ആദ്യം നേടിയ മലയാളി. അങ്ങനെ മലയാളികളുടെ പ്രധാനമായി വരുന്ന എല്ലാം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി മലയാളികളുടെ എണ്ണം 17 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17 പേരാണെന്ന് അറിഞ്ഞിരിക്കുക. അതിൽ 3 പേര് വനിതകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം 17, അതുപോലെ മലയാളി വനിതകളുടെ എണ്ണം 3. ആ 3 പേരുകൾ ഓർത്തിരിക്കണം. ആനി മാസ്ക്രെയിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികൾ 17, അതിൽ വനിതകൾ 3 പേര്. ആനി മാസ്ക്രെയിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മാസ്ക്രെയിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിതയാണ് ഈ ദാക്ഷായണി വേലായുധൻ. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത ആര് എന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധനാണ്. ആനി മാസ്ക്രെയിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നീ 3 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നത്. ടോട്ടൽ 17 മലയാളികളുണ്ട്, 3 മലയാളി വനിതകൾ. ഓക്കെ. ഇനി തിരുവിതാംകൂറിൽ നിന്ന് അംഗങ്ങളായിരുന്ന മലയാളികളാണ് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, ആനി മാസ്ക്രെയിൻ, KA മുഹമ്മദ്, PT ചാക്കോ. പേരുകളെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, ആനി മാസ്ക്രെയിൻ, KA മുഹമ്മദ്, PT ചാക്കോ. പരീക്ഷ സിമ്പിളായാൽ ഈ പേരുകളൊന്നും ചോദിക്കത്തില്ല. പക്ഷേ കുറച്ചൊന്ന് പാടായാലും ഇതിൽ ആര് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നേക്കാം.
അതുകൊണ്ട് ഓർത്തിരിക്കുക, തിരുവിതാംകൂറിൽ നിന്ന് അംഗമായിട്ടുള്ളവർ പട്ടം താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മാസ്ക്രീൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. കൊച്ചിയിൽ നിന്ന് പി ഗോവിന്ദമേനോനാണ്. കൊച്ചിയിൽ നിന്ന് അംഗമായത് പി ഗോവിന്ദമേനോനാണ്. ഇപ്പോൾ ടോട്ടൽ 7 ആയല്ലോ. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മാസ്ക്രീൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. കൊച്ചിയിൽ നിന്ന് പി ഗോവിന്ദമേനോൻ. ഇനി മദ്രാസ് അഥവാ മലബാറിൽ നിന്ന് അംഗമായവർ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, എ കെ മേനോൻ, ബി പോക്കർ സാഹിബ് ബഹദൂർ, കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, പി കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, കെ മാധവ് മേനോൻ എന്നിങ്ങനെ ഇത്രയും പേരാണെന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം 8 പേരോളം ഉണ്ട്. ഇത് ഒറ്റയടിക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കാണാതെ അങ്ങ് പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും ഒരു മിനിറ്റ് ഈ പേരുകളൊന്ന് വായിച്ചാൽ മതി. 10 ദിവസം അടുപ്പിച്ച് വായിച്ചാൽ സിമ്പിളായിട്ട് ഓർത്തിരിക്കും. ഒറ്റയടിക്ക് ഇപ്പോൾ തന്നെ പഠിച്ച് പോകണമെന്നൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. മദ്രാസ് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് അംഗമായവർ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, എ കെ മേനോൻ, ബി പോക്കർ സാഹിബ് ബഹദൂർ, കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, പി കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, കെ മാധവ് മേനോൻ. ഓക്കെ. ഇനി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് അംഗമായവർ ജോൺ മത്തായിയാണ്. ഇപ്പോൾ മനസ്സിലായാലും യുണൈറ്റഡ് പ്രൊവിൻസ് ഇവിടെ താഴെ കിടക്കുന്ന മുകളിലുള്ള UP അല്ല, ഇവിടെ താഴത്തെയാണെന്ന് മനസ്സിലായല്ലോ ഏകദേശം. അതാണ് ഞാൻ പറഞ്ഞത്, അന്നേരം പറഞ്ഞത് ആ ജോഗ്രഫിക്കൽ ഏരിയ തന്നെയല്ല ഇപ്പോൾ ഇതിനുള്ള പറയുന്ന യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന്, UP അല്ലെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ജോൺ മത്തായിയാണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് അംഗമായത്. ടോട്ടൽ 17 പേര്. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 17 പേരുടെ പേരുകൾ ഇപ്പോൾ തന്നെ ഇരുന്ന് പഠിക്കുമെന്നും വേണ്ട. ഒരു ദിവസം ഒരു മിനിറ്റ് വായിക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. 10 ദിവസം കൊണ്ട് സിമ്പിളായിട്ട് ഓർത്തിരുന്നുള്ളൂ. 1 മിനിറ്റ് ഒന്ന് റിപ്പീറ്റഡായിട്ട് വായിച്ചാൽ മതി. അപ്പം അത്രയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിനെ ആദ്യമായി അഭിസംബോധന ചെയ്തത്, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആദ്യമായി അഭിസംബോധന ചെയ്യുന്ന ആൾ എന്തായാലും ഈശ്വര പ്രാർത്ഥനയൊക്കെ ആയിരിക്കുമല്ലോ ഏതൊരു സമ്മേളനമാണെങ്കിലും. ഈശ്വര പ്രാർത്ഥന. അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് ആണല്ലോ ഈശ്വര പ്രാർത്ഥന. അപ്പോൾ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് കൃപയ്ക്ക് വേണ്ടി, കൃപലാനി എന്ന് ഓർത്തിരിക്കുമല്ലോ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാന്ന് ചോദിച്ചാൽ മുഖർജിയാണ്. SN മുഖർജി. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ HN മുഖർജിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി, കൈയെഴുത്തു പ്രതി എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ഈ എഴുതുന്നത് പണ്ട് കാലത്തൊക്കെ പ്രേമലേഖനമാണല്ലോ കൂടുതൽ ആൾക്കാർ ഈ പിള്ളേർക്കൊക്കെ എഴുതാൻ അറിയത്തുള്ളൂ. അപ്പോൾ എഴുതുന്നത് എപ്പോഴും പ്രേമലേഖനമാണെന്നൊക്കെ ചുമ്മാ ഓർത്തി. പ്രേമലേഖനം എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ചുമ്മാ ഒരു സെൻറ്റൻസ് വാരലായിട്ട് ഓർക്കുക, എന്ത് അറിയാൻ മേലാത്ത പോയിന്റ് ആണെങ്കിലും. അപ്പോൾ നമ്മളത് എവിടെയെങ്കിലും ഓർത്തിരിക്കും പരീക്ഷാ സമയത്ത് ചോദിക്കുമ്പോൾ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റൈസ്ത. ഇതിൻ്റെ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ഭരണഘടനയുടെ ഹിന്ദി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ഓക്കെ. ഇനി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. BN റാവു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ആരെന്ന് ചോദിച്ചാലും BN റാവു തന്നെയാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ഉപദേശകനായിരുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനും BN റാവു ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ. ഇതൊക്കെ BN റാവു ആണ്. അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഉപദേശകനായിരുന്നത് ഈ BN റാവു തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ഉപദേശകൻ, മ്യാൻമാറിൻ്റെ ഉപദേശകനായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു. ഡ്രാഫ്റ്റ് തയ്യാറാക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരൻ BN റാവു ആണ്. ഓക്കെ. അതിൻ്റെ ആമുഖം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രിയാമ്പിൾ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. എപ്പോഴും BSc ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അതുപോലെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആരൊക്കെ എന്നറിഞ്ഞിരിക്കണം. ഫ്രാങ്ക് ആൻ്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. MVN
കോളിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.എൻ. കോളിൻസ്. ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.എൻ. കോളിൻസ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികളാണ് എച്ച്.പി. മോദി, ആർ.കെ. സിദ്വ, എം.ആർ. മസാനി. എച്ച്.പി. മോദി, ആർ.കെ. സിദ്വ, എം.ആർ. മസാനി എന്നിവ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി ദാംബർ സിംഗ് ഗുരുങ് ആണ്. ദാംബർ സിംഗ് ഗുരുങ് ആണ്. ഒരുപാട് പേരുകൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ചിലവഴിച്ച് ഡെയിലി കേട്ട് നോക്കിയാൽ മതി, ഒറ്റയടിക്ക് പഠിക്കാൻ നിൽക്കേണ്ട. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഫ്രാങ്ക് ആൻ്റണി, എസ്.എച്ച്. പ്രാറ്റർ, എം.വി.ആർ. കോളിൻസ്. അതുപോലെ പാഴ്സി പ്രതിനിധികൾ എച്ച്.പി. മോദി, ആർ.കെ. സിദ്വ, എം.ആർ. മസാനി. ഇനി ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി ഞാൻ പറഞ്ഞു ദാംബർ സിംഗ് ഗുരുങ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ അതൊക്കെ ചോദിക്കാം. 1947 ഓഗസ്റ്റ് 14. അതുപോലെ ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് എന്നതെന്ന് ചോദിച്ചാൽ 47 നവംബർ 17 ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. 1947 നവംബർ 17 ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത്. ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ജി.വി. മാവലങ്കാറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തത്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ജി.വി. മാവലങ്കാറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതും ഈ അവസാന സമ്മേളനം നടന്ന ദിവസം ജനുവരി 24 1950 ജനുവരി 24 തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. 3 ഡേറ്റുകൾ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 49 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 49 നവംബർ 26. അവസാന സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. അത് 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിക്കാം. അത് 1950 ജനുവരി 26. 2 ഡേറ്റുകൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇനി നിലവിൽ വന്നത് 1950 ജനുവരി 26. സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. റിപ്പബ്ലിക് ആയ ഡേറ്റ് തന്നെയാണ് ഭരണഘടന നിലവിൽ വന്നത്. അതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26 എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1946 നവംബർ 26 പറഞ്ഞു. 1946 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക, നവംബർ 26. ഈ ഡേറ്റിലാണല്ലോ സ്വീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദേശീയ നിയമദിനമായി ആഘോഷിച്ചിരുന്നത് നവംബർ 26 അതുപോലെ തന്നെ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26 ഓർത്തിരിക്കുക. ദേശീയ നിയമദിനമായി ആഘോഷിച്ചിരുന്നത് അതുപോലെ ഭരണഘടനാ ദിനമായി ആഘോഷിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ചാലും നവംബർ 26. എല്ലാവരും ആ റിപ്പബ്ലിക് ദിനത്തിലേക്കൊക്കെ പോകും. റിപ്പബ്ലിക് ദിനം അല്ല, നവംബർ 26 നിയമദിനം അതുപോലെ ഭരണഘടനാ ദിനം എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം. ദേശീയ നിയമദിനമായി ആഘോഷിച്ചിരുന്നത് നവംബർ 26, ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിച്ചിരുന്നതും നവംബർ 26 അറിഞ്ഞിരിക്കുക. ഇനി ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം എത്ര എന്ന് ചോദിക്കാം. നവംബർ 26 അത് സ്വീകരിക്കപ്പെട്ടത്. നവംബർ 26. നവംബർ എന്നുള്ള മാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? നവംബർ എത്രാമത്തെ മാസമാണ്? 11ാമത്തെ മാസമാണ്. സോ ആ സ്വീകരിക്കപ്പെട്ട സമയത്തിൽ ഒരു 11 മാസം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഈ 11 മാസത്തിലെ 11ലെ അക്കങ്ങളായ 2 1 അങ്ങ് കൂട്ടിയാൽ എന്ത് വരും? 2 വർഷം 11 മാസം അതുപോലെ 18 ദിവസം. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയമെന്ന് പറയുന്നത് 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസം. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിന് 64 ലക്ഷം രൂപയാണ് ചിലവായത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചിലവായ തുക എത്ര എന്ന് ചോദിച്ചാൽ 64 ലക്ഷം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിന് ചിലവായത് 64 ലക്ഷം രൂപയാണ്. 2 വർഷം 11 മാസം 18 ദിവസം എടുത്താണ് തയ്യാറാക്കിയത്. 64 ലക്ഷം രൂപയാണ് ഇതിന് ചിലവായത്.
ഇനി മൊത്തം 11 സെക്ഷനുകളിലായി സെഷൻ മൊത്തം ടോട്ടൽ 11 സെഷൻ ഇവർ കൂടി ഭരണഘടനാ നിർമ്മാണ സഭ 11 സെഷൻ കൂടി. അപ്പോൾ ആകെ സമ്മേളിച്ച ദിവസങ്ങളുടെ എണ്ണം ചോദിക്കാം. അത് 165 ദിവസമാണ്. മൊത്തം 11 സെഷനുകളാണ് ഇവർ സമ്മേളിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ അതിലാകെ സമ്മേളിച്ച ദിവസങ്ങൾ 165 ദിവസം. ഇതിൽ 114 ദിവസം ഈ ഭരണഘടന ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായി വിനിയോഗിച്ചതാണ്. അപ്പോൾ 165 ദിവസമാണ് സമ്മേളിച്ചത്. മൊത്തം 11 സെഷൻ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചു. അതിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 165 ദിവസം. അതിൽ 114 ദിവസം ഇതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായിട്ടാണ് വിനിയോഗിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാം. നിലവിൽ വരുന്ന സമയത്ത് 395 അനുച്ഛേദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 395 അനുച്ഛേദങ്ങൾ 395. ഇപ്പം 470 മുകളിൽ ഉണ്ട് അനുച്ഛേദങ്ങൾ. 395 ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള അനുച്ഛേദങ്ങൾ. അതുപോലെ 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ, 8 ഷെഡ്യൂള്, അതുപോലെ 22 പാർട്സ്. 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗം. ഇത്രയുമാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. 395 ആർട്ടിക്കിൾ, 8 പട്ടിക, പട്ടിക 8 ആ വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാലോ. പട്ടിക 8 കണക്ട് ചെയ്യുമല്ലോ. പട്ടിക 8 പട്ടിക, 395 ആർട്ടിക്കിൾ, അതുപോലെ 22 ഭാഗങ്ങൾ ഓർത്തിരിക്കുക. 22 ഭാഗങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആർട്ടിക്കിൾ ഞാൻ കറക്റ്റ് പറയുന്നില്ല. 12 പട്ടികയും 25 ഭാഗങ്ങളും 470 മുകളിൽ ആർട്ടിക്കിൾസും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ 12 പട്ടികയാണ്, അതുപോലെ 25 ഭാഗങ്ങളും. ആദ്യം എത്ര പട്ടികയാണ്? 8 പട്ടിക, ഇപ്പോൾ 12 പട്ടിക. ഓക്കെ, ആദ്യം 8, ഇപ്പോൾ 12. അതുപോലെ ഭാഗം ആദ്യം 22, ഇപ്പോൾ 25. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ, കുറച്ച് പോയിന്റുകളുണ്ട്. സവിശേഷതകൾ ഇത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലിഖിത ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം. ഇന്ത്യ ഭരണഘടന നൽകുന്ന കുറച്ച് സവിശേഷതകളാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലിഖിത ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം. ഒന്നുകൂടെ പറയാം, ലിഖിത ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം. ഇതൊന്നും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. എന്താണെന്ന് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ലിഖിത ഭരണഘടനയാണെന്ന് നമുക്കറിയാം. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സിനിമയിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ വായിക്കുന്നതാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ, ഏക പൗരത്വം. ഇതൊക്കെ ഭരണഘടനയുടെ സവിശേഷതകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു പോയിന്റ് പറയാം, പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകളെയാണ്. യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എന്നോട് പറയാം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഭരണഘടനയുടെ ഒരു കരട് രൂപം സമർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി രൂപീകരിച്ച സംഭവമാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. വളരെയധികം പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഇത് നിയമിക്കപ്പെട്ട വർഷം, തീയതി എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 29-നാണ്. 47 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 47 ഓഗസ്റ്റ് 29, 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം ചോദിക്കാം. അത് 7 പേരാണ്. 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ. 7 പേരുടെയും പേര് പഠിക്കണം, അത് ഞാൻ പറയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 7 ആണെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ചെയർമാൻ ആരായിരിക്കും? ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുകളിൽ ആരായിരിക്കണം?
അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. മൊത്തം 7 പേര്. ഓക്കെ, ഇനി ഭരണഘടനയുടെ ഏറ്റവും ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് 1948 ഫെബ്രുവരിയിലാണ്. ഒരു കഥ പോലെ കേട്ടിരിക്കുക. ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ഏകദേശം 1948 ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോഴാണ്. തുടർന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടി 8 മാസം സമയം നൽകി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിന് വേണ്ടി 8 മാസം സമയം നൽകി. അതേ തുടർന്ന് പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പരിഷ്കരിച്ച 2ാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി മാസത്തിലാണ്. പിന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടി ഒരു 8 മാസം കൂടെ അങ്ങ് സമയം നൽകി. 8 മാസം സമയം നൽകിയതിന് ശേഷം 2ാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 ഒക്ടോബർ മാസത്തിൽ. ഓക്കെ, ഇതിനുശേഷം ഏറ്റവും അവസാന ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 നവംബർ 4-നാണ്. ഫസ്റ്റ് റീഡിങ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. 1948 നവംബർ 4-നാണ് ഫസ്റ്റ് റീഡിങ്. അതുപോലെ സെക്കൻഡ് റീഡിങ്, ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിങ് 1949 ഒക്ടോബർ 17-ന് പൂർത്തിയായി. 3ാമത്തേതും അവസാനത്തേതുമായ റീഡിംഗ് 1949 നവംബർ 14-ന് തുടങ്ങി 26-ന് അവസാനിച്ചു. 26-നാണല്ലോ നമ്മുടെ നിയമദിനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നവംബർ 26-ന് അവസാനിച്ചു എന്ന് ഓർക്കാം. അതുപോലെ നവംബർ 14-നാണ് തുടങ്ങിയത് നമ്മുടെ ശിശുദിനം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആയ ശിശുദിനത്തിന് തുടങ്ങി. 3ാമത്തെയും അവസാനത്തെയും ഡ്രാഫ്റ്റ് റീഡിംഗ് അല്ലെങ്കിൽ 3ാമത്തെയും അവസാനത്തെയുമായ റീഡിംഗ് 49 നവംബർ 14-ന് തുടങ്ങി നവംബർ 26-ന് അവസാനിച്ചു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണെന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ആ 7 പേരുകളും പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ പേര് നമുക്ക് എന്തായാലും പറയാം, നമ്മുടെ ചെയർമാൻ BR അംബേദ്കർ ആണ് ഒന്നാമത്തെ വ്യക്തി. ഓക്കെ, അടുത്തത് KM മുൻഷിയാണ്. BR അംബേദ്കറാണ് ഏറ്റവും മുന്നിലിരിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന അംബേദ്കറാണെന്ന് പറഞ്ഞാൽ മുൻഷി, ആ പേരിൽ നിന്ന് തന്നെ മുൻഷിയിലേക്ക് എത്താമല്ലോ. KM മുൻഷി. രണ്ടാമത്തെ വ്യക്തി KM മുൻഷി. മുഹമ്മദ്, ആ മൂവിൽ നിന്ന് മുഹമ്മദ് എന്ന അടുത്ത പേരിലേക്ക് എത്താമല്ലോ. മുഹമ്മദ് സാദുള്ള. മൂന്നാമത്തെ വ്യക്തി മുഹമ്മദ് സാദുള്ള. അല്ല എന്നൊക്കെ പറയാമല്ലോ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. നാലാമത്തെ വ്യക്തി അല്ലാടി കൃഷ്ണസ്വാമി അയ്യറിൽ നിന്ന് അയ്യങ്കാറിലേക്ക് എത്തല്ലോ. അഞ്ചാമത്തെ വ്യക്തി N ഗോപാലസ്വാമി അയ്യങ്കാറാണ് അഞ്ചാമത്തെ വ്യക്തി. N ഗോപാലസ്വാമി അയ്യങ്കാർ. മഴക്കാറൊക്കെ വരുമ്പം അയ്യോ ഭയങ്കര ചൂട്. മഴക്കാർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടല്ലേ. ഈ വെയിലിനെ കഴിഞ്ഞും ചൂടാണ്. ഒരു വല്ലാത്ത അവസ്ഥയാണ് ഈ മഴക്കാർ മാത്രം വന്നിട്ട് മഴ പെയ്യാതെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം ഖെയ്ത്താൻ്റെ ഫാനിട്ട് നമ്മളിങ്ങനെ വീശുമെന്ന് ഓർത്തേ. DP ഖെയ്ത്താനാണ് ആറാമത്തെ വ്യക്തി. ആറാമത്തെ വ്യക്തി. ഏഴാമത്തെ വ്യക്തി BL മിത്തർ. അപ്പോൾ ആരൊക്കെയാണ്? BR അംബേദ്കർ മുന്നിൽ, മുൻഷി, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. മഴക്കാറ് വീശും. ഖെയ്ത്താൻ ഫാനിൻ്റെ ചോട്ടിയിരുന്ന് ആവി കളയും. ഖെയ്ത്താൻ, DP ഖെയ്ത്താൻ, BL മിത്ര. ഇത്രയും പേരാണ് 7 പേര്. ഒന്നുകൂടെ പറയാം. BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖെയ്ത്താൻ, BL മിത്തർ. ഓക്കെ, ഈ ഖെയ്ത്താന് പകരമായി TT കൃഷ്ണമാചാരിയും മിത്തലിന് പകരമായി N മാധവറാവുവിനെയും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. 2 പേര്. ഖെയ്ത്താൻ മാറി കൃഷ്ണമാചാരി, അതുപോലെ BL മിത്തർ മാറി. അവിടെ വന്ന ആരാണ്? N മാധവറാവു. കൃഷ്ണമാചാരിയും മാധവറാവും വന്നു. ഖെയ്ത്താൻ മാറിയാണ് കൃഷ്ണമാചാരി വന്നത്. മാധവറാവു വന്നത് മിത്തർ മാറിയാണ്. മിത്തർ മാറി മാധവറാവു. 2 മായാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. പലപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ഒരു കമ്മിറ്റിയുടെ പേര് തന്നിട്ട് ഇതിൻ്റെ ചെയർമാൻ ആര് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ. അതുപോലെ ചെയർമാൻ്റെ പേര് തന്നിട്ട് ഏത് കമ്മിറ്റിയുടെ ആയിരുന്നു ഇദ്ദേഹം ചെയർമാൻ ആയിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഒരുപക്ഷെ വന്നേക്കാം, സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയൊക്കെ. അതുകൊണ്ട് ഈ കമ്മിറ്റികളും ചെയർമാന്മാരും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. 8 മേജർ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 8 മേജർ കമ്മിറ്റികളും പിന്നെ കുറച്ച് മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 22ഓളം കമ്മിറ്റികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചെയർമാന്മാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ മേജർ കമ്മിറ്റികളും അവയുടെ ചെയർമാന്മാരുടെയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തന്നെ. അതിൻ്റെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തത് ആദ്യം മനസ്സിൽ വരുന്ന പേര് അംബേദ്കറിന് തന്നെയാണല്ലോ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ,
നമ്മുടെ ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ വേറിട്ട് നിന്നിരുന്ന പല നാട്ടുരാജ്യങ്ങളും അതുപോലെ സ്ഥലങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് ഒരു യൂണിയനാക്കി ഒരു വലിയ രാജ്യമായി 47 രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള മൊത്തം ഭരിക്കാനുള്ള പവർ ലഭിച്ചത് ആർക്കാണ്? ജവഹർലാൽ നെഹ്റുവിനല്ലേ. ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഇങ്ങനെ വിവിധ സ്ഥലങ്ങളെല്ലാം രൂപീകരിച്ച് മീൻസ് കോർത്തിണക്കി ഒരു രാജ്യമായി കൊണ്ടുവന്നപ്പോൾ ഒരു യൂണിയനായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിനെല്ലാം ഭരിക്കാനുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള പവർ ലഭിച്ചത് ജവഹർലാൽ നെഹ്റുവിനാണെന്ന് ഞാൻ പറഞ്ഞൊരു ആശയം മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഒരുമിച്ച് ചേർത്തു, സ്റ്റേറ്റ്സ് കമ്മിറ്റി, പിന്നെ യൂണിയനാക്കി, യൂണിയനെ എല്ലാം ഭരിക്കാനുള്ള പവർ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, അതുപോലെ യൂണിയൻ വെച്ച് വേറൊരു പേര് യൂണിയനാക്കി എന്ന് പറഞ്ഞല്ലോ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ മൂന്നിൻ്റെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, 3 കമ്മിറ്റികൾ ജവഹർലാൽ നെഹ്റു ചെയർമാനായിട്ടുള്ളതുണ്ട്. സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓക്കെ, ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ പട്ടേൽ. ഓക്കെ, ഇനി മറ്റൊരു കമ്മിറ്റിയും കൂടി ഉണ്ട്, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്. ഈ രാജ്യം ആകുന്ന സമയത്ത് ഒത്തിരി പേരൊക്കെ വേറിട്ട് നിന്നല്ലോ. അപ്പോൾ ഇവരെല്ലാം അഡ്വൈസ് ചെയ്ത് നമ്മുടെ രാജ്യത്തോട് ചേർത്ത് വെക്കാൻ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് പട്ടേൽ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സർദാർ പട്ടേൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലാതെ തന്നെ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം രൂപീകരിക്കുമ്പോൾ വിവിധ നാട്ടുരാജ്യങ്ങളായിട്ട് നിന്ന് രാജ്യത്തെ ഏകോപിപ്പിക്കാൻ സർദാർ പട്ടേൽ വഹിച്ച പങ്കൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്യും. പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്വൈസറി കമ്മിറ്റി അഡ്വൈസ് ചെയ്തു വിവിധ മൈനോറിറ്റീസിനോടും ട്രൈബൽ ആൾക്കാരോടും അവർക്കൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് അങ്ങനെ ചെയ്തത് പട്ടേലാണെന്ന് ഓർത്താൽ ഈ ഒരു പോയിൻ്റ് അങ്ങ് ഓർക്കാമല്ലോ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസ്ഡ് ഏരിയാസ്, സർദാർ വല്ലഭായ് പട്ടേൽസ്. ഓക്കെ, പട്ടേൽ. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ JB കൃപലാനിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റി JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. അതുപോലെ ഇത് കുറച്ച് സബ് കമ്മിറ്റികളാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റി JB കൃപലാനി, മൈനോറിറ്റീസ് കമ്മിറ്റി HC മുഖർജി. മൈനോറിറ്റീസ് മായിലാണല്ലോ തുടങ്ങുന്നത്, മുഖർജി മായിലാണ് തുടങ്ങുന്നത്. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി HC മുഖർജി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി, മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗോപിനാഥ് ബർദോളി. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാനാണ് ഗോപിനാഥ് ബർദോളി. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്, ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗോപിനാഥ് ബർദോളി. പിന്നെ ഒരു എക്സ്ക്ലൂഡഡ് വരുന്ന ഒരു കമ്മിറ്റി കൂടെ ഉണ്ട്, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി, ആസാം ഒഴികെയുള്ളതെന്ന് പറഞ്ഞുള്ളൊരു കമ്മിറ്റിയാണ്. അതിൻ്റെ ചെയർമാൻ AV താക്കറാണ്. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല, മെയിൻ കമ്മിറ്റികളാണ് ചോദിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ AV താക്കർ. പിന്നെ വേറെ 2 കമ്മിറ്റികളൂടെയുണ്ട്, അതിൻ്റെ കോഡ് ഞാൻ പറയാം. പ്രധാനപ്പെട്ടതാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണല്ലോ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചാലല്ലേ ഒരു നിയമം ഉണ്ടാകത്തുള്ളൂ. ആദ്യമായിട്ട് നിയമം ഉണ്ടാകണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണമല്ലോ. അപ്പം ഒരു റൂള് വരണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം എന്നുള്ള സംഭവമൊക്കെ ഓർത്താൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ, അതിൻ്റെ പ്രൊസീജിയർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെക്കണം എന്ന് ഓർത്തി. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർത്തിരിക്കാമല്ലോ. പിന്നെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റിയറിംഗ് പിടിച്ചതെന്ന് ഓർത്താൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർത്തിരിക്കാം. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റും രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ഇത്രയുമാണ് മേജർ കമ്മിറ്റികൾ. ഇനി മൈനർ കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അങ്ങനെ മൈനർ കമ്മിറ്റി അങ്ങനെ ചോദിക്കാറില്ല,
എന്നാലും നമ്മൾ പരീക്ഷ ചോദിച്ചാൽ എഴുതണ്ടേ, അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രണ്ടും രാജേന്ദ്ര പ്രസാദാണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. സീതയെ ഒരുപാട് കാലം രാവണൻ ഒരു ഹൗസിൽ അടച്ചിട്ടെന്നൊക്കെ ഓർത്ത് ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ബിസിനസ്സിൽ ഭയങ്കര അഗ്രഹണ്യനായ ഒരു മുൻഷിയായിട്ടുള്ള വ്യക്തിക്ക് നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ പറ്റുമെന്ന് ഓർത്ത് ബിസിനസ് മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരി. എസ് വരദാചാരി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരി. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം മറ്റ് ഇപ്പോൾ എല്ലാവരും ഓർക്കും കാനഡ, അമേരിക്ക ഒക്കെ കിട്ടാനാണ് പാടെന്ന്. ശരിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനാണ് പാടെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം ആ രീതിയിൽ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു വരം പോലെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതെന്ന് ഓർത്താൽ വരം വരദാചാരി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് വരദാചാരി. ഓക്കെ. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട്. അഡ്ഹോക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട് ചോദിച്ചാലും എസ് വരദാചാരിയാണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട് എസ് വരദാചാരി. അതുപോലെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റി അത് SK ദറാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി SK ദർ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി SK ദർ. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് പട്ടാഭി സീതാരാമയ്യ. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് പട്ടാഭി സീതാരാമയ്യ. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി GV മാവലങ്കാറാണ്. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി GV മാവലങ്കാർ. ഒറ്റ ഒരെണ്ണോടെ ഉള്ളൂ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. 1-2 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് വായിച്ചും കേട്ടുമൊക്കെ എല്ലാം പഠിച്ചു പോകുക. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.